മമ്മിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളെല്ലാവരും സ്റ്റാച്യു ഓഫ് യൂണിറ്റി എക്താനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സുവോളജിക്കൽ പാർക്കാണ്. അപ്പം ഏതായാലും ആ ഒരു പാർക്കെന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല ബേർഡ്സും ആനിമൽസും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇതായിട്ട് എൻട്രി പോയിൻ്റാണ്. ഈ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ കയറി അവരുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കാണിച്ച് ഡിസ്പോസിബിൾ ബോട്ടിൽസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി. അതവിടെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോയി. അവിടെ ഒരു വളരെ നല്ല രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് വൈറ്റ് ടൈഗറാണ്. ഇതിന് മുന്നേ ഞങ്ങൾ ലയണിനെയും കണ്ടു, ലെപ്പേർഡിനെയും കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അവിടെ നമ്മളെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഇരുന്നതുകൊണ്ട് നല്ല കാറ്റും നല്ല വ്യൂ ആയിരുന്നു. എത്ര വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഈ പാർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ബ്യൂട്ടിഫുൾ ഗ്രീനറി, പ്ലാന്റ്സ്, ട്രീസ് എല്ലാം വളരെ രസകരമായിട്ട്. ഹിപ്പോപ്പൊട്ടാമസ്, റൈനോസറസ് എല്ലാ ആനിമൽസിനെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇറ്റ് വാസ് വെരി നൈസ്ലി ഡൺ. പൂക്കൾ, മരങ്ങൾ എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു ഫോറസ്റ്റിനകത്ത് കയറുന്ന വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റിനകത്തോട്ട് കയറുന്ന ഒരു അനുഭൂതിയായിരുന്നു. ഓരോ ആനിമൽസിനും അവരവർക്ക് ഇഷ്ടമുള്ള രീതി, ഒരു കൂട്ടിലോ ഒന്നുമല്ല, അവരവരുടെ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഒരു നല്ല ഏരിയ തന്നെ ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബേർഡ് സാങ്ച്വറിയാണ് ഈ ഒരു ഭാഗം. ഒരു പോയിൻ്റാണ്. ഇത് വലിയ പെലിക്കൻസ്, വൈറ്റ് പെലിക്കൻസിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ചിലപ്പോൾ തോന്നും അത് സ്വാൻ ആണോ എന്ന് വരെ സംശയിച്ചു പോകും. അതുപോലത്തെ എത്ര മനോഹരമായിട്ട് എത്ര എണ്ണമാണെന്ന് വെച്ചാൽ കാണാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പാരറ്റ്സ്, പീകോക്ക് എല്ലാം ഇവരെല്ലാം ഒന്നിച്ചതാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണുന്നത്. പിന്നെ കോക്ക്, ഹെന്ന, ഇതൊക്കെ പറന്നൊക്കെ പോകുന്നതും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഇതൊക്കെ ഒരുമിച്ചൊരു കൂട്ടം കൂടി നടക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ വീഡിയോയിൽ അത്രയും ഭംഗി കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം. അത്രയ്ക്ക് ഭംഗിയാണ് അവരിങ്ങനെ ഈ മേളിക്കൂടെ ഇങ്ങനെ പറന്നു പോകുന്നതും. ഇതെല്ലാം ഒരു വലയത്തിനകത്താണ്, പക്ഷേ എങ്കിലും ഇറ്റ്സ് ലോട്ട് ഓഫ് സ്പേസ് ഗിവൺ ടു ദം. വഴിയിലൂടെയൊക്കെ നമുക്ക് മയിലിനെയൊക്കെ നടക്കുന്നത് കാണാം. വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽസിനെ കാണാം, പാരറ്റ്സിനെ കാണാം. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഞങ്ങളിപ്പോൾ മറ്റൊരു പോയിന്റ്, ഇപ്പോൾ ബേർഡ്സിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇനി നെക്സ്റ്റ് പോയത് സ്നേക്സിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ ആനക്കോണ്ട ഉണ്ട്. അത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സ്, അതാണ് കൂടുതൽ അട്രാക്റ്റഡ് ആയത്. അപ്പോൾ അവിടെയാണ് കൂടുതൽ വീഡിയോ എടുത്തത്. അപ്പം അങ്ങനെയുള്ള ഈ എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ നമുക്ക് ടച്ചൊക്കെ ചെയ്യാം, പക്ഷേ അനാവശ്യമായിട്ട് ടച്ച് ചെയ്യില്ലെന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ദേ ഒരു കുഞ്ഞ് ആരോ ടച്ച് ചെയ്യാൻ നോക്കിയപ്പം അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഹാനികരമല്ല. വളരെ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സിനെ കാണാൻ സാധിച്ചു. പിന്നെ ഒരു ബ്ലാക്ക് സ്വാനിനെ കാണാൻ സാധിച്ചു, ഫെസൻറ്റ്. ഇതൊക്കെ നമ്മുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. വളരെ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മളിപ്പം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് സാൻഡ്സൊക്കെ അവിടെ എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ്. എത്ര മനോഹരം ഇതിനെയൊക്കെ ഈ പുസ്തകങ്ങളിൽ കൂടെ പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പം അതിൻ്റെ മുട്ടകൾ വിരിയിച്ച് പുതിയ ഒരു റിപ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇതെൻ്റെ ഒപ്പം തന്നെ ഈ ഗോൾഡൻ ഫെസൻറ്റ് ഉണ്ടായിരുന്നു, കുറേ നേരത്തേക്കുണ്ടായിരുന്നു നമ്മളോടൊപ്പം. പിന്നെ ഇങ്ങനെ കുറേ സെൽഫികളൊക്കെ കിട്ടി. പക്ഷേ എത്ര പേടിച്ചാണ് ഞാൻ നിന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ. പക്ഷേ ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ് ഫോർ മീ. ഇതതിൻ്റെ ഒരു യെല്ലോ കളറാണ്. പിന്നെ അവിടെ കൂടെ മിന്നുക്കുട്ടി അവിടെ നിന്ന് ബേർഡ് സാങ്ച്വറിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്ന് ഞങ്ങളിനി ജിറാഫും സീബ്രയും ഒക്കെ ഉള്ളിടത്തേക്ക് ഞങ്ങൾ പോകുന്ന വരിക്കുള്ള ഒരു സ്നേഹപ്രകടനമാണ്. ജിറാഫാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ സീബ്രയും ഉണ്ട് അടുത്ത് തന്നെ.